വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വചന സന്ദേശത്തിലൂടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും അനേകം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മക്കളിലേക്കും കടന്നു വരട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. തിരുവചനത്തിന് മുൻപായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നല്ല ഇടയനായ കർത്താവേ, ഞങ്ങളുടെ ഇടയനായി നീ വാഴണമേ. നസ്രത്തിലെ നല്ല കുടുംബത്തിലെ പരിശുദ്ധ അമ്മേ, മാതാവേ, യൗസേപ്പ് പിതാവേ, ഉണ്ണി യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തെയും നസ്രത്തിലെ നല്ല കുടുംബത്തിന് ചേർന്ന വിധത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. ദൈവമേ, നീ നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിൻ്റേതായി നിനക്ക് വേണ്ടി നിൻ്റെ ഹിതപ്രകാരം വളർത്തുവാൻ നിൻ്റെ ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ അമ്മേ, മാതാവേ, പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയ മാതാപിതാക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമ്മുടെ മക്കളെ വിശുദ്ധിയിൽ വളർത്തുക എന്നുള്ളതാണ്.
വിശുദ്ധ ജീവിതത്തിന് വേണ്ട പരിശീലനം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ നൽകേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളും കുടുംബത്തിലാണ് വളർന്നു വരുന്നത്. അവർക്ക് കുടുംബത്തിൽ കിട്ടുന്ന ഫോർമേഷൻ അതനുസരിച്ചാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണം സംഭവിക്കേണ്ടത് കുടുംബത്തിലാണ്. മാതാപിതാക്കളാണ് അവരെ ആ യഥാർത്ഥമായ നല്ല സ്വഭാവ രൂപീകരണത്തിൽ വളർത്തേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും, അതിനുവേണ്ട ബോധ്യങ്ങളും, വിശുദ്ധി എന്താണെന്നും അതിൻ്റെ പരിശുദ്ധി, അതിൻ്റെ മഹത്വം എന്താണെന്നും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. നീ വിശുദ്ധനാകണം, വിശുദ്ധിയാകണം, വിശുദ്ധി ജീവിച്ചോണം എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നതിലല്ല, കാര്യകാരണ സഹിതം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധി പഠിപ്പിക്കേണ്ടതാണ്, പരിശീലിപ്പിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ, അശുദ്ധമായ പാപത്തിലേക്കോ അശുദ്ധ ബന്ധങ്ങളിലേക്കോ വീഴുന്നുണ്ടെങ്കിൽ, നാം അവരെ വേണ്ട വിധം വിശുദ്ധമായ പരിശീലനം കൊടുത്തിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ ഈ ശരീരം ദേവാലയമാണ്, പരിശുദ്ധമാണ് എന്നുമുള്ള ആ വലിയ വെളിപ്പാട്, അവബോധം ഓരോ കുഞ്ഞുങ്ങൾക്കും ലഭിച്ചാൽ അവർ തങ്ങളുടെ ശരീരത്തെ അശുദ്ധമായിട്ട് ഉപയോഗിക്കുകയില്ല. അപ്പോൾ വിശുദ്ധിയുടെ മഹനീയത എന്തെന്ന്, പ്രാധാന്യം എന്തെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രിയമുള്ളവർ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം പകർന്നു കൊടുക്കേണ്ടതാണ്. ബൈബിൾ പറയുകയാണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കുമെന്ന്. അപ്പോൾ ആ പരിശുദ്ധരായിരിക്കേണ്ട ആവശ്യകത പ്രിയ മാതാപിതാക്കളെ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വേണം പകർന്നു കൊടുക്കുവാൻ. റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്കിങ്ങനെ കാണുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ ഒരു ബലിയായി നിങ്ങൾ പ്രതിഷ്ഠിക്കുവിൻ. അപ്പം നമ്മുടെ ശരീരത്തെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ വിശുദ്ധിയിൽ, പരിശുദ്ധിയിൽ, പവിത്രതയിൽ, പാവനമായി ദൈവത്തിന് സമർപ്പിക്കണം, കാത്തു സൂക്ഷിക്കണം എന്നുള്ള ആ വലിയൊരു ബോധ്യം മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. മരിയ ഗുരോത്തിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. കൊച്ചു പെൺകുട്ടി, ടീനേജിലുള്ള ആ പെൺകുട്ടി, അലക്സാണ്ടർ എന്ന് പറയുന്ന യുവാവ് അവളുടെ അടുക്കിലേക്ക് കടന്നു വന്ന് പല പ്രാവശ്യം ഇവളുടെ പുറകെ നടന്ന് പ്രേരിപ്പിച്ച് അപ്പോഴൊന്നും വഴങ്ങാതിരുന്ന അവള് വീട്ടിലൊരിക്കൽ തനിച്ചായിരുന്ന സമയത്ത് തക്കത്തിൽ സമയം നോക്കി ഈ അലക്സാണ്ടർ കടന്നു വന്ന് അവളെ ബലാത്കാരമായി പിടിക്കുകയാണ്. ബലാത്കാരമായി അവിടെ പാപം ചെയ്യുവാനായിട്ട് അവൻ വന്നപ്പോഴും അവൾ അതിന് വഴങ്ങിയില്ല. തൻ്റെ ആഗ്രഹം നടക്കാതെ വരുന്നു, തൻ്റെ ഇഷ്ടത്തിന് അവൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അലക്സാണ്ടർ കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തി വലിച്ചൂരി അവളെ ആഞ്ഞ് അറഞ്ഞ് കുത്തുകയാണ് ചെയ്യുന്നത്. ഉടനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എങ്കിലും ഇതാ
മരണം അവളെ പിടികൂടി, അവൾ മരിച്ചു. അതെ, തൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ആലയമാകുന്ന തൻ്റെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തെ ഏറ്റെടുത്ത സ്വീകരിച്ച മരിയകുരുത്തി ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഒരു മാതൃകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ യുവതി യുവാക്കന്മാരെ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഏതെങ്കിലും ഒരു പാപം ചെയ്യുവാൻ വിട്ടുകൊടുക്കരുത്. പ്രിയ മാതാവേ, പിതാവേ, ഈ മരിയകുരുത്തിയെ ഒരു വിശുദ്ധ മരിയകുരുത്തിയായി മാറുവാനായിട്ട് കാരണം അവളുടെ മാതാപിതാക്കൾ അവളെ വിശുദ്ധി പരിശീലിപ്പിച്ചിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ നമ്മുടെ മക്കൾക്ക് വിശുദ്ധ പരിശീലനം നാമാണ് കൊടുക്കേണ്ടത്. മാതാപിതാക്കൾ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം എടുക്കേണ്ടത് ആവശ്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്ര്യവതികളായിരിക്കുവാൻ ശ്രദ്ധ പതിപ്പിക്കുക. അമിത ലാളന അരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതലയാണ് നിങ്ങൾ നിറവേറ്റുന്നത്. അപ്പം നിന്റെ പുത്രന്മാരെ അനുസരണം ശീലിപ്പിക്കുക, അവരെ വിശുദ്ധിയിൽ വളർത്തുക, ചാരിത്ര്യവതികളായിരിക്കുവാൻ അവരെ നീ പഠിപ്പിക്കുക എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പ്രിയമുള്ള അമ്മമാരെ, നിങ്ങളുടെ മക്കളെ അടുക്കൽ വിളിച്ചു വരുത്തി എപ്പോഴെങ്കിലും വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ശരീരം വിശുദ്ധമാണ്, അശുദ്ധിയിലൊന്നും വീഴരുത്, അപകടങ്ങളിൽ വീഴരുത്, കാപട്യങ്ങളിൽ വീഴരുത്, കബളിപ്പിക്കപ്പെടുവാൻ നാം നിന്നുകൊടുക്കരുത്, അകപ്പെട്ടു പോകരുത് എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ? അശുദ്ധമായതൊന്നും തുടരുത്, കാണരുത്, കേൾക്കരുത് എന്ന് നമ്മുടെ ശരീരത്തിൽ പാപത്തിൽ വീഴുന്ന ഒരു പാവ പ്രലോഭനങ്ങളിലേക്കും വീഴരുത് എന്ന് നിങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ടോ? തിരുവചനം പറയുന്നു, നിന്റെ മക്കളെ, പ്രത്യേകിച്ച് പുത്രിമാരെ, ചാരിത്ര്യവതികളാകുവാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കണം, അവരെ ഉപദേശിക്കണമെന്ന്. നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി എന്താണെന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് അമ്മമാർ പകർന്നു കൊടുക്കണം. അതിൻ്റെ മഹനീയത എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്, അത് പകർന്നു കൊടുക്കണം പ്രിയമുള്ളവരെ. എങ്കിലേ കുഞ്ഞുങ്ങൾ തെറ്റുകളിൽ അകപ്പെടാതിരിക്കൂ. അവിഹിത ബന്ധങ്ങളിൽ, തെറ്റായ ബന്ധങ്ങളിൽ അവർ വീഴാതെ ഇരിക്കണമെങ്കിൽ അപ്പന്മാർ, അമ്മമാർ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിശുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, ഉപദേശിച്ചു കൊടുക്കണം. ഇതിനെല്ലാം ബൈബിളിൽ വളരെ വ്യക്തമായ അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പൂർവ്വ ജോസഫിനെ നോക്കുക. പൊത്തീഫറിന്റെ ഭവനത്തിൽ അടിമപ്പണിക്കാരനായി അവൻ അവിടെ ചെല്ലുമ്പോൾ പൊത്തീഫറിന്റെ ഭാര്യ, ചെറുപ്പക്കാരിയായ ഭാര്യ, ആരുമില്ലാതിരുന്ന സമയത്ത് ജോസഫിനെ കയറി പിടിക്കുകയാണ്. പല പ്രാവശ്യം അവൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. വീണ്ടും അവസാനം ആരുമില്ലാതിരുന്ന സമയത്ത് കയറി പിടിച്ചു. അവൻ്റെ ഉടുമുണ്ടും കൂടെ, വസ്ത്രം കൂടെ, അവൾ കയറി പിടിച്ച വസ്ത്രം കൂടെ ഊരിയിട്ടിട്ട് അവൾ ഓടി രക്ഷപ്പെടുകയാണ് ജോസഫ് ചെയ്തത്. അതേ, പാപത്തിൽ നിന്ന് ഓടി അകലുന്ന ചെറുപ്പക്കാരനായ ജോസഫ്, ചെറുപ്പക്കാരായ യുവതി യുവാക്കളായ നമുക്കൊരു മാതൃകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ വിശുദ്ധി എന്താണെന്ന് പഠിപ്പിക്കാൻ നമുക്ക്. ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ചാരിത്ര്യവതികളായിരിക്കുവാൻ
നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. തെറ്റായ മോഹങ്ങളിൽ, പ്രലോഭനങ്ങളിൽ, ആൺകുട്ടികളെ പെൺകുട്ടികളുടെ ആ പ്രലോഭനങ്ങളിൽ വീഴാതെ, അബദ്ധങ്ങളിൽ വീഴാതെ, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗഭോഗം, അവീത ബന്ധങ്ങൾ, ഇതിൽ വീഴാതിരിക്കുവാൻ നാം കൂടെ കൂടെ കുഞ്ഞുങ്ങളെ എപ്പോഴും ഉപദേശിച്ച് പഠിപ്പിച്ച് അവരെ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. അയർലൻഡിൽ 453 ജനിച്ച ഒരു പെൺകുട്ടി, ബ്രിജിത്ത എന്ന് പേരുള്ള, 453 വർഷത്തിലാണ് അവൾ ജനിച്ചത്. ഈ ബ്രിജിത്ത, അവള് ഏറ്റവും അധികമായി ദൈവത്തെ സ്നേഹിച്ച വ്യക്തിയാണ്. യേശുവിനായി ജീവിതം സമർപ്പിച്ച ഒരു പെൺകുട്ടിയാണ് അവള്. അതീവ സുന്ദരിയായിരുന്നു ഈ ബ്രിജിത്ത. അവളെപ്പോഴും പള്ളിയിൽ പോകും. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അനേകം ചെറുപ്പക്കാര് ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ട് അവളെ എപ്പോഴും നോക്കി നിൽക്കുമായിരുന്നു. ഇത് ഈ പെൺകുട്ടിക്ക് അസ്വസ്ഥതയുണ്ടാക്കി, അരോചകമായി മാറി. പുരുഷന്മാർ നോക്കുന്നത്, ചെറുപ്പക്കാരായ യുവാക്കന്മാർ നോക്കുന്നത് ഇവക്ക് അസ്വസ്ഥതയായി മാറി. കണ്ടോ, ഇന്നുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ്? 10 പേര് എന്നെ കാണണം. വഴിയെ പോകുന്ന പുരുഷന്മാർ, ചെറുപ്പക്കാർ എന്നെ കാണണം എന്നാഗ്രഹിച്ച് അവർ കാണാൻ തക്ക വിധം, കാണുന്നതിനു വേണ്ടി, അവർ തന്നെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ നടപ്പും ഇരിപ്പും വസ്ത്രധാരണവുമെല്ലാം. ഈ ബ്രിജിത്തെ കണ്ട് നിങ്ങൾ പഠിക്കൂ പ്രിയമുള്ളവരെ. അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തോട്, ദൈവമേ, എൻ്റെ ഈ സൗന്ദര്യവും ഈ കളറും കാരണമാണല്ലോ കാണുന്ന ചെറുപ്പക്കാരെല്ലാം എന്നെ നോക്കുന്നത്. ആയതിനാൽ എൻ്റെ സൗന്ദര്യം നീ തിരിച്ചെടുക്കണം. എൻ്റെ മുഖത്തെ ഗ്ലാമർ തിരിച്ചെടുക്കണം. എന്നെ ഒരു വിരൂപയാക്കി മാറ്റ്. എനിക്കത് മതി. എനിക്ക് നിൻ്റെ പ്രീതി മതി. നീ എന്നെ നോക്കിയാൽ മതി. എനിക്ക് നിന്നെ കണ്ടാൽ മതി. അവളെ നിരന്തരമായ പ്രാർത്ഥന കാരണം പ്രിയമുള്ളവരെ, ബ്രിജിത്തയുടെ കണ്ണുകൾ പുഴുത്തു വരാൻ തുടങ്ങി. കണ്ണ് കേടുപിടിച്ച് അത് പുഴുത്ത് പുറത്തോട്ട് തള്ളി വരാൻ തുടങ്ങി. കറുത്ത് കരിവാളിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കാണുന്നവർ മുഖം മറയ്ക്കാൻ തുടങ്ങി. പേടിച്ച് അറപ്പോടെ മുഖം മറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ബ്രിജിത്തയ്ക്ക് സന്തോഷമായി. ദൈവമേ, സ്വസ്ഥമായിട്ടൊന്ന് നടക്കാമല്ലോ. വഴിയെ പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് നടക്കാമല്ലോ. ആരിപ്പം എന്നെ നോക്കുന്നില്ല. ഇവക്ക് വലിയ സന്തോഷമായി. ദൈവത്തിനായി ജീവിതം സമർപ്പിക്കപ്പെട്ട അവൾ ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൾ വ്രത വാഗ്ദാന ദിവസം, അവളുടെ 20ാമത്തെ വയസ്സിൽ അഭിവന്യ പിതാവ് അവക്ക് ഇതാ സഭാവസ്ത്രം കൊടുത്തു. അവൾ ആ സഭാവസ്ത്രം ഇട്ടുകൊണ്ട് വന്നപ്പോൾ പ്രിയമുള്ളവരെ, മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ അതീവ സുന്ദരിയായി, ബഹുസുന്ദരിയായി ഈ ബ്രിജിത്ത മാറി. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി അവൾ മാറ്റപ്പെട്ടു. അവൾ അതീവ സുന്ദരിയായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള എല്ലാ അമ്മമാരും അവരുടെ മക്കളെ, പെൺമക്കളെ ഇവളുടെ സന്യാസ സഭയിൽ ഇതാ പറഞ്ഞു വിട്ടു, ഈ സിസ്റ്റേഴ്സ് ആകാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള പെൺകുട്ടികൾ ജീവിച്ചിരുന്നു. ഹല്ലേലൂയ. 4-ാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന മറ്റൊരു വിശുദ്ധയാണ് വിശുദ്ധ ആഗ്നസ്. ഈ ആഗ്നസ് ഭയങ്കര സുന്ദരിയായിരുന്നു. അവളെ ആ രാജ്യത്തിലെ രാജകുമാരൻ ഇവളിൽ വലിയ താല്പര്യം തോന്നി. പ്രേമ അഭ്യർത്ഥനയുമായി ആ രാജകുമാരൻ വന്നു. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു.
എന്നാൽ പ്രിയമുള്ളവരെ, അവക്കതിനോട് താല്പര്യമില്ലായിരുന്നു. അവക്ക് താല്പര്യമേ ഇല്ല. അവൻ്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ച ഇവളെ അവന് വെറുപ്പും ദേഷ്യവും തോന്നി. വീട്ടിൽ നിന്ന് വലിച്ചിറക്കി തെരുവിലൂടെ വലിച്ചു കൊണ്ടുവന്ന് ഇതാ വിജാതീയ ദേവീ ദേവന്മാർക്ക് അർപ്പിച്ചത് ഭക്ഷിക്കുവാൻ ഇവളെ നിർബന്ധിച്ചു. അവരുടെ മുമ്പിൽ ആരാധന നടത്താൻ ഇവളെ നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിക്കപ്പെട്ടു വന്നപ്പോൾ ഇതാ അത്ഭുതകരമായി ദൈവത്തിൻ്റെ മഹത്വം അവിടെ നിറഞ്ഞു. അങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന അവരെല്ലാം പിൻവാങ്ങപ്പെട്ടു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രേമാഭൃത്യന നടത്തിയ യുവാവ് എന്തു ചെയ്തു? നല്ല മല്ലന്മാരായിട്ടുള്ള പടയാളികളെ ഇവളെ അടുക്കലോട്ട് പറഞ്ഞു വിട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ് ക്രൂരമായി അവളെ ലൈംഗികമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മല്ലന്മാരായ അനേകരെ പറഞ്ഞു വിട്ടു. അങ്ങനെ അവിടെ ശരീരത്ത് തൊടുന്നതിന് മുൻപ് തന്നെ ഇവരെല്ലാം പുറകോട്ടടിച്ച് നിലത്ത് വീണ് ദൈവത്തിൻ്റെ മഹത്വം അവരിൽ നിന്ന് അവളെ സംരക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കണ്ടു നിന്ന യുവാവ് സ്വയം എടുത്ത് ചാടി അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവരിതാ പുറത്തടിച്ച് അപ്പോൾ തന്നെ മരിച്ചുപോയി. നാട്ടുകാരുടെ എല്ലാം അഭ്യർത്ഥന മാനിച്ച് ഈ ആഗ്നസ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ ജീവനുള്ളവനായി മടങ്ങി വന്നു. രാജാവ് എന്തു ചെയ്തു? അവളെ തീ കൊളുത്തി നശിപ്പിക്കുവാനായിട്ട് ആജ്ഞ ഇറക്കി. എന്നാൽ ആ തീകൾക്കൊന്നും അവളെ നശിപ്പിക്കാൻ പറ്റിയില്ല. അവസാനം അവളെ തല കണ്ടിച്ച് അവളെ കൊന്നുകളയുകയാണ് ചെയ്തത്. ആഗ്നസ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വാളുകൊണ്ട് എൻ്റെ രക്തം ചൊരിഞ്ഞേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ, എന്നാൽ ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ട എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കുവാൻ നിങ്ങളുടെ വാളുകൾക്ക് സാധ്യമല്ല എന്ന്. സഭ അവളെ വിശുദ്ധിയാക്കി മാറ്റി, വിശുദ്ധ ആഗ്നസ്. അപ്പോൾ സഭയിൽ അനേകം വിശുദ്ധകളും വിശുദ്ധന്മാരുമുണ്ട്. പെൺകുട്ടികളായ നമുക്ക് മാതൃക നൽകിയ, വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധിക്ക് വേണ്ടി മരിച്ച അനേക മക്കൾ ഇന്ന് സ്വർഗത്തിലുണ്ട്. ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. ഈ കുഞ്ഞുങ്ങളെല്ലാം വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് കാരണം അവരുടെ മാതാപിതാക്കളുടെ പരിശ്രമമാണ്. മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട്. കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതെ, അവിഹിത അശുദ്ധ ബന്ധത്തിൽ വീഴാതെ, അവരുടെ ലൈംഗിക വിശുദ്ധിയിൽ ജീവിക്കുവാൻ പ്രിയമുള്ളവരെ, മാതാപിതാക്കളായ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. നിങ്ങളുടെ സ്വാധീനം അവരെ സ്വാധീനിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പണമുണ്ടാക്കാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി ഓടരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾ ഓടരുത്. കുട്ടികളെ മറന്ന് നിങ്ങൾ തിരക്കുള്ളവരായി മാറരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറന്ന് അതിനേക്കാളും വലുത് സമ്പത്ത് എന്ന് കരുതി നിങ്ങൾ ഓടുമ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടമാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ വിശുദ്ധി പരിശീലിപ്പിക്കുക, വിശുദ്ധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നടത്തുക. വിശുദ്ധി പരിശീലിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഇത് വളരെ ഗൗരവമായിട്ടെടുത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ, നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. പ്രിയ മാതാപിതാക്കളെ, നമ്മെയും ദൈവം നമുക്ക് നൽകിയ നമ്മുടെ മക്കളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോകരുത്. വഴിതെറ്റിപ്പോകാതെ, അശുദ്ധിയിൽ വീണു പോകാതെ, ദൈവം നമ്മളെ എത്രമാത്രം പരിശുദ്ധിയോടെയാണോ ആ കുഞ്ഞുങ്ങളെ നൽകിയത്, അതേ വിശുദ്ധിയിൽ മടക്കി തിരിച്ച് ആ ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ടവരാ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധമായ ജീവിതത്തിൽ നമുക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കാം. കൂടുതൽ അവരെ ശ്രദ്ധിക്കുന്നവരായി മാറാം. നമ്മുടെ വല്യമ്മമാർ നമുക്ക് പറഞ്ഞു തന്നതുപോലെ വിശുദ്ധി എന്താണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ, വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങൾ മടങ്ങി വരുവാൻ ഈ ഒരു കരങ്ങളെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക ശക്തി ഇപ്പോൾ 10,000ങ്ങളിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ വ്യക്തികളിലേക്ക്, ദമ്പതികളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതിന ശക്തി എല്ലാ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുടെ അഭിഷേകം എല്ലാ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ അശുദ്ധിയിൽ നിന്നും, പാപത്തിൽ നിന്നും, പാപത്തിന്റെ തെറ്റുകളിൽ നിന്നും, ലൈംഗികമായ അശുദ്ധിയിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾ വിട്ടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വരെ ഏൽപ്പിച്ച ആ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്താനുള്ള വലിയ കൃപ ഓരോ അപ്പന്മാർക്കും, ഓരോ അമ്മമാർക്കും ഇപ്പോൾ തന്നെ കടന്നു വരട്ടെ. ഇപ്പോൾ തന്നെ അവരിലേക്ക് അഭിഷേകമായി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളിലേക്കും ഇപ്പോൾ തന്നെ അഭിഷേകം ഒഴുകട്ടെ. അവിടെ പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. അവിടെ കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ പാപത്തിൽ നിന്നും, ദുശീലങ്ങളിൽ നിന്ന്, തഴക്ക ദോഷങ്ങളിൽ നിന്ന് വിട്ടുതൽ പ്രാപിക്കട്ടെ. അവിഹിത ബന്ധങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടുന്നു. യേശുവിൻ്റെ രക്തത്താൽ കോട്ടകളുന്നു. എല്ലാ കൊട്ടകളും പോട്ടട്ടെ. ഹല 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ സ്തോത്രം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ